ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. ഇന്ന് നമുക്ക് ഇവിടെ അമേരിക്കയിൽ ജൂലൈ 4th ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇവിടെ അവധിയാണ്, എല്ലാവരും ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുന്നത്, ഇൻഡിപെൻഡൻസ് ഡേയുടെ വേറെ പ്രോഗ്രാമുകൾക്കൊന്നും പോയില്ല. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാമിന് രാവിലെ മുതൽ വൈകിട്ട് വരെ പോയി. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാം. ഇവിടെ ആ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് DJ പ്രോഗ്രാം, പാട്ട്, ഡാൻസ് പരിപാടികൾ മാത്രമാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഇൻഡിപെൻഡൻസ് ഡേയും ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിന് പോയില്ല. പകരം ഇവിടുത്തെ വേറെ എന്തെങ്കിലും ഒരു നല്ലൊരു വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് നമ്മളെല്ലാവരും നാട്ടിൽ കഴിക്കുന്ന മക്ഡൊണാൾഡ്സ് അമേരിക്കയിലാണ് അത് തുടങ്ങിയത്. അമേരിക്കയിൽ 1940 ഈ മക്ഡൊണാൾഡ്സ് തുടങ്ങിയത്. അപ്പോൾ അത് തുടങ്ങിയതിന് ശേഷം ഇതിന്റെ ഫ്രാഞ്ചൈസികൾ കൊടുത്തു തുടങ്ങിയത് 1953 1953 ഈ ഒരു ഫ്രാഞ്ചൈസി കൊടുത്തതിന് ശേഷം തുടങ്ങിയ ഒരു മൂന്നാമത്തെ ഫ്രാഞ്ചൈസി ആണെന്ന് തോന്നുന്നു. ഇന്നും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് വേൾഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഒരു മക്ഡൊണാൾഡിന്റെ വിശേഷമാണ് നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 20 മിനിറ്റ് ദൂരത്തിലാണ് ഈ ഒരു മക്ഡൊണാൾഡ്സ് ഉള്ളത്. ഇവിടെ കൂടുതലും ആളുകൾ വരുന്നത് ഭക്ഷണം കഴിക്കുന്നതിലുപരി ഇവിടുത്തെ വീഡിയോ എടുക്കാനും ഇത് കാണാനും തന്നെയായിട്ടാണ്. നമ്മളിപ്പോൾ അതിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ലോസ് ആഞ്ചൽസിൽ ഡൗണി എന്ന് പറയുന്ന സിറ്റിയിലാണ് ഈ ഒരു മക്ഡൊണാൾഡ്സ് ഉള്ളത്. ഇത്തിരി വലിപ്പമുള്ളൊരു മക്ഡൊണാൾഡ്സ് ആണ്. ഏരിയ കൂടുതലുണ്ടെങ്കിലും അതിന്റെ ബിൽഡിംഗ് ഇത്തിരി ചെറുതാണ്. $500 മില്യൺ ഹാംബർഗേഴ്സൊക്കെ സെല് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. യെസ്, നമ്മളങ്ങനെ മക്ഡൊണാൾഡിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പാർക്ക് ചെയ്യല്ലേ? അപ്പൊ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, ജസ്റ്റ് കാണണല്ലേ ഉള്ളൂ. നമുക്കിനി അവിടെ കഴിക്കാൻ എന്താ ഉള്ളതെന്ന് നോക്കാം. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്ക് ഡൈനിങ് ചെയ്യാനായിട്ട് അവിടെ വേറൊരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ അകത്ത് പോകണം. പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ മ്യൂസിയം ഒക്കെ ഉണ്ട്, അത് നമുക്ക് പോയി കാണാം. ഓൾഡസ്റ്റ് മക്ഡൊണാൾഡ് ഇൻ ദ വേൾഡ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ച് അതിൻ്റെ ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. 4 പേർക്കും ബർഗറും എല്ലാം ഓർഡർ ചെയ്തിട്ട്, ഐസ്ക്രീം, ഡ്രിങ്ക്സ് ഇതെല്ലാം ഓർഡർ ചെയ്തിട്ടും $28.58 ആയിട്ടുള്ളൂ കേട്ടോ. റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്തോരം ഉണ്ട് നമുക്ക് കിട്ടുമ്പോൾ അറിയാം. ഭയങ്കര അത്ഭുതമായിട്ട് ഇത്രയും വാങ്ങിയിട്ടും കുറവല്ലേ? ഓക്കെ, താങ്ക് യു. താങ്ക് യു. And then can you please change this? Yeah. Sorry? Can you please change this one? Change it? Yeah, hold on. നമ്മുടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. മോനൊരു കൊക്കക്കോള പറഞ്ഞു. ഇത് റെഗുലർ സൈസാണ്. ഞാനൊരു ടീ ആണ് പറഞ്ഞേക്കുന്നത്, സ്വീറ്റ് ടീ. സ്റ്റാഫുകളൊക്കെ നല്ല അടിപൊളി സ്റ്റാഫുകൾ, നല്ല കോപ്പറേറ്റീവ്. ഇന്ന് ജൂലൈ 4th ആയതുകൊണ്ടാണെന്ന് അറിയില്ല, തിരക്ക് കുറവാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ഹിസ്റ്റോറിക് പ്ലേസ് ആകുമ്പോൾ തിരക്ക് ഇതിലും കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേര് ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ലോസ് ആഞ്ചൽസിലുള്ള ആളുകൾ. ഐഷ ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഇത്രയും ഫുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഓർഡറൊക്കെ ചെയ്ത് ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇതാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ. ഇതുണ്ടല്ലേ, ഒരു മ്യൂസിയം പോലെ ഇവിടെ ഉണ്ട്. നമുക്കതൊക്കെ ഫുഡ് കഴിച്ചിട്ട് കാണാം. സ്വീറ്റ് ടീ, ഐസ്ക്രീം, കപ്പ് ആൻഡ് കോൺ, കൊക്കക്കോള, ഐഷയുടെ. ഇത് ഏത് ഐസ്ക്രീം ആയിരുന്നു മോള്? ഇവിടുത്തെ ബർഗറുകൾ സൈസ് വളരെ ചെറുതാണ് കേട്ടോ. സൈസ് ചെറുതാണ്, നമ്മൾ സാധാരണ കഴിക്കുന്ന അതിൻ്റെ അത്രയും വലിപ്പമില്ല. പക്ഷേ ചീസ് ബർഗർ ഒന്ന് ഓപ്പൺ ചെയ്ത്, റോഷിയുടെ ചീസ് ബർഗർ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഡോണറ്റിൻ്റെ അത്രയും വലിപ്പമുള്ളൂ കേട്ടോ. ഞാൻ ചീസ് ഇല്ലാത്തൊരു ബർഗറാണ് പറഞ്ഞേക്കുന്നത്. ചീസ് ഇല്ലാത്ത ബർഗർ ആകുമ്പോൾ ജസ്റ്റ് ആ പാറ്റിയും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും റേറ്റ് കുറവായി കഴിഞ്ഞപ്പോൾ ഫുഡിൻ്റെ വലിപ്പം ചെറുതാണ്. മക്ഡൊണാൾഡിൽ പൊതുവേ ഇങ്ങനെ ഇത്തിരി ചെറുതാണ് സൈസ്. പക്ഷെ എന്താ, നമുക്ക് അത്യാവശ്യം വിശക്കുമ്പോൾ വന്ന് കഴിക്കാൻ പറ്റിയ ഇവിടെയുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു ആശ്രയമാണ് മക്ഡൊണാൾഡ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ആളുകൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ് വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ് മക്ഡൊണാൾഡ്. ഇവിടെയുള്ള ആളുകൾക്ക് ഒന്ന് വന്ന് പരീക്ഷിച്ചിട്ട് പോകാൻ വേണ്ടി വന്ന് ഫുഡ് ഓർഡർ ചെയ്ത് പോയാലും നഷ്ടമില്ല, കാരണം അധികം പൈസയാവുന്നില്ല. ഇവിടെ ഡ്രൈവ് ത്രൂ ഉണ്ട് ഈ ഏരിയയിൽ. അടിപൊളി. ഇത് എവിടെ ഒരു പാത്രം വെച്ചിരിക്കുന്നു നോക്കി.
ഇനി നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ഒരു മ്യൂസിയത്തിലേക്കൊന്ന് കയറി വെക്കാം. കുറേ സംഭവങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് റെസ്റ്റ് റൂമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. Unfortunately, he gave them more than ever before. Other woman, Joan, restaurant. ഈ സംസാരിക്കുന്നത് ഇതിൻ്റെ പഴയ ഓണറാണ് കേട്ടോ. അത് അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. She couldn't leave her husband. Probably not. His heart broke. And that his heart was still with John. Showed no sign. മക്ഡൊണാൾഡ് ഫ്രാഞ്ചൈസി ബിസിനസ് ആക്കിയ ആള് റേ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ഇദ്ദേഹമാണത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇന്നത്തെ ഫുഡൊക്കെ ഇഷ്ടമായോ? ആണോ? ഓക്കെ. മോനേതാ ഇഷ്ടമായ? എനിക്കുള്ള ബർഗർ ആയിരുന്നു. അത് ഭയങ്കര ഹാർട്ടായിരുന്നു. ഇൻസൈഡ് പെർഫെക്റ്റ് ഹീറ്റ് ആയിരുന്നു. ആണോ? നിനക്കേതാ ഇഷ്ടമായ? എനിക്ക് ചീസ് ബർഗർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐസ്ക്രീമും. ഓക്കെ. നമ്മുടെ ഈ മക്ഡൊണാൾഡ്സ് നിലവിലുള്ളതിൽ ഏറ്റവും വേൾഡിലെ ഓൾഡസ്റ്റ് ആണ് എങ്കിലും മക്ഡൊണാൾഡ്സ് ആദ്യമായിട്ട് തുടങ്ങിയത് ഇവിടെ കാലിഫോർണിയയിൽ തന്നെ സാൻ ബെർണാഡിനോ കൗണ്ടിയിൽ സാൻ ബെർണാഡിനോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അത് 1940-ലാണ് തുടങ്ങിയത്. അതിപ്പോൾ വർക്കിംഗ് അല്ല, അതൊരു മ്യൂസിയമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ അവിടെയും ഒരു ദിവസം പോകാം. അവിടെ മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 1 hour നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് പോരാൻ പറ്റിയൊരു സ്ഥലമാണ്. അമേരിക്കയിലുള്ള ഇവിടെ വരാൻ പറ്റിയ ആളുകളൊക്കെ ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. എവിടെ നിന്നാണെങ്കിലും ലോസ് ആഞ്ചൽസിലൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അത്രയധികം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ എന്താ? The main drink that I would suggest, the 2 main drinks I would suggest is the Oreo Flurry and the Coca-Cola if you want a soda. ഓക്കെ, അത് കുട്ടികൾക്കുള്ള ഡ്രിങ്ക്സാണ് അവൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മോള് പറഞ്ഞ ആ ഓറിയോ ഫ്ലറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബർഗറുകളെല്ലാം ചെറിയ പീസായിരുന്നു, ചെറിയ പീസുകളാണ്. അത് നമുക്ക് അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് വലിയൊരു കാശ് പോവില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു നേട്ടം. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.